Hey guys, welcome back to my channel. വീഡിയോ എന്താണ് ഇനിയുള്ള ടാബാണ് വെക്കാന്നുണ്ടാവും. ഇത് കാണുമ്പോൾ വിചാരിക്കേണ്ട ജാമെട്രി ബോക്സ് അൺബോക്സ് ആക്കാൻ പോകുന്നത് അല്ല. നമ്മളെ കുഞ്ഞുള്ള ടാബ്, നല്ല അടിപൊളി ടാബ്, ഡിസൈനലായിട്ടുള്ള ടാബ് അൺബോക്സ് ആക്കാൻ പോകുന്നതാണ്. അൺബോക്സ് ആക്കുന്നതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഏത് വീഡിയോ കാണുന്നതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും പിന്നെ ഒരു ലൈക്ക് അടിക്കാനും. ആ ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾ 2 അടിക്കണം കേട്ടോ, മറക്കണ്ട. അപ്പൊ കത്തി കേട്ടോ മുക്ത, കത്തി കത്തി എന്താ മോനെ, കത്തിക്ക് റബ്ബർ ബാൻഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അൺബോക്സിങ് ക്രിയ നമ്മൾ ഇവിടെ തുടങ്ങുന്നു. അടിപൊളി സാധനം എന്നാ പറഞ്ഞ കേട്ടോ. നമുക്ക് ഫുള്ളൊന്ന് അൺബോക്സ് ആക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന്. ഫസ്റ്റ് ഇതാ കുഞ്ഞൊക്കെ ഒരു ബാഗെല്ലാം ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ബാഗാണ്. ഇതിൽ ജാമെട്രി ബോക്സ് ഉണ്ട്, എന്തെല്ലാം ഉള്ളതെന്നൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നോക്കട്ടെ നമുക്ക്. ജസ്റ്റ് കുഞ്ഞൊക്കെ ഇഷ്ടപ്പെട്ടല്ല. ഒരു പെൻസില്, ഒരു ഇറേസർ, പിന്നെ ഒരു ഷാർപ്നർ ഉണ്ട്, പിന്നെ ഒരു സ്കെയിലുണ്ട്, പിന്നെ പെൻസിൽ പറഞ്ഞല്ലോ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇട്ടോക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, ജാമെട്രി ബോക്സ് പോലത്തെ. കുഴപ്പമില്ല, ഒരു വെറുതെ തന്നല്ലോ. എന്തായാലും ടാബ് മേടിക്കുമ്പോൾ ബാക്ക് ടു സ്കൂൾ വരെ തന്നതാണ്. ഇതാ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വൈഫൈ ആണ് കേട്ടോ, ടാബ് വൈഫൈ ആണ്. ബാക്കി സ്പെസിഫിക്കേഷൻസ് എല്ലാം നോക്ക്. 7 inches ആണ്, 3 GB റാം, 16 GB ഇന്റർണൽ മെമ്മറിയാണ്. പിന്നെ 2 MP ക്യാമറയേ ഉള്ളൂ കേട്ടോ, നോർമൽ ക്യാമറ ആണ്. 3000 mAh ബാറ്ററി ഉണ്ട് കേട്ടോ, ബാറ്ററി കുറച്ച് ജാസ്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 3-pin ചാർജർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ യൂസർ മാനുവൽ ഉണ്ട്, മോർ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം എന്തെല്ലാം ഉണ്ട്. ഇനി വരാത്ത നല്ല വെയിറ്റെല്ലാം ഉണ്ട് കേട്ടോ, വെയിറ്റിനൊന്നും ഒരു കുറവുമില്ല. എന്താ മോനത് സംഭവം? ഇത് കാണുമ്പോൾ ഇതന്നെ ഫസ്റ്റ് ഇതാ എടുക്കട്ടെ. ഇതാണ് സാധനം, എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് നോക്കാമല്ലോ. കുറേ ഗിഫ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ടില്ല. സ്ക്രീൻ പ്രൊട്ടക്ടറും പിന്നെ വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലും ചാർജറും. 2-pin ചാർജറാണ്, അല്ല 3-pin ചാർജറാണ് കേട്ടോ. ഓക്കെ, അതെല്ലാം എടുക്കട്ടെ. അപ്പോൾ ഇത് ടാബിൻ്റെ വിശേഷങ്ങൾ നോക്കാൻ പറ്റും. ടാബിൻ്റെ വിശേഷങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് 2 കണ്ണെല്ലാം കാണുന്നുണ്ട്. ഇതാണ് സാധനം, കുഴപ്പമില്ല അല്ലേ, നല്ല ലുക്ക് സാധനമല്ലേ. കവർ മാതിരി തന്നെ ഉണ്ട്, കവർ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓൺ ചെയ്യണോ? ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നോക്കാം അല്ലേ. ഓണായി. ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട്. ഓണായി വരുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് പയ്യെ നോക്കാമല്ലോ. പിന്നെ ഇത് സ്റ്റാൻഡ് ആക്കിയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഇവിടെ എന്തോ കാണുന്നുണ്ടല്ലോ, പൊട്ടോടാ. ഇതിങ്ങനെ കേട്ടോ, ഇതാണ് സംഭവം കേട്ടോ. ടാബ് ഇത്രേ ഉള്ളൂ, നല്ല അടിപൊളി ലുക്കാണ്. പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ബാക്കിൽ അതിൻ്റെതായ പൊസിഷൻ ഉണ്ട് കേട്ടോ. നോക്കിക്കോളി, നല്ല അടിപൊളി ടാബാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറേ ആൾ പറയുന്നു യൂട്യൂബ് കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ട് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? നമ്മൾ മെയിൽ ഐ ഡി നമ്മളെ പേരിൽ നമ്മളെ ഫോണിൽ ഉണ്ടാക്കാം കേട്ടോ. ഈ ടാബ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകണ്ട. ടാബ് കിഡ്സിൻ്റെതേ യൂസ് ആക്കാൻ പറ്റും. പിന്നെ യൂട്യൂബ് കിഡ്സിൻ്റെതേ കിട്ടും കേട്ടോ. വലിയ ആളെ യൂട്യൂബ് കിട്ടൂല. യൂട്യൂബ് കിഡ്സാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്താ പറഞ്ഞാൽ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടാത്തത്. ഞാൻ കുറേ ടാബിൻ്റെ വീഡിയോ ഇട്ട് അതിൻ്റെ താഴത്തെല്ലാം ഫുള്ള് കമൻറ്റ് ചെയ്താണ് എന്തേലും കിട്ടുന്നില്ല, യൂട്യൂബ് കിട്ടുന്നില്ല. യൂട്യൂബ് കിട്ടാത്തതിനുള്ള കാരണം അതാണ്. നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ ഐ ഡിയിൽ തന്നെ പോയിട്ട് ക്രിയേറ്റ് ആക്കൂ. അത് ക്രിയേറ്റ് ആക്കണ്ട, നിങ്ങൾ ഐ ഡി ഉണ്ടെങ്കിൽ ഇതിൽ ഇട്ടാൽ മതി. വലിയ ആൾക്കാർ ഐ ഡി നിങ്ങൾ ഫോണിലാ മറ്റേ ക്രിയേറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷനെല്ലാം നമുക്ക് നോക്കാം. ഇതാണ് സാധനം. ഇതിൽ വാട്സപ്പ്, യൂട്യൂബ്, സൂം എല്ലാം ഉണ്ട്. യൂട്യൂബെല്ലാം ഇതിൽ ആൾറെഡി ഉണ്ട്. ബട്ട് അതല്ല, ഇതിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വരുമ്പോൾ യൂട്യൂബ് പോകും, യൂട്യൂബ് വർക്കാവില്ല. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ യൂട്യൂബ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ നിങ്ങളെ ഐ ഡിയിൽ നിങ്ങളെ പേരിൽ ഐ ഡി ക്രിയേറ്റ് ആക്കുക. ഫോണിൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ തന്നെ കൊടുത്തിട്ട് എന്നിട്ട് ഫോണിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒറിജിനൽ യൂട്യൂബ് കിട്ടും, കിഡ്സ് അല്ലാണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ അതാ ഇവിടെ തന്നെ ഡോൾഫിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തെല്ലാം ഉണ്ടെന്നെല്ലാം നോക്കാം നമുക്ക്. ഗാലറി ഉണ്ട്, ക്യാമറ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്ററിൽ ടച്ചെല്ലാം സ്മൂത്ത് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അത്ര ഹെവി ഒന്നല്ല, ഈ പ്രൈസിന് വർത്താണ്.
നാട്ടിലത്തെ ഏകദേശം 2100 2200 2300 ഉള്ളിൽ വരും. 2300 ഉള്ളിൽ വരും. ഇതിൽ ഒരുപാട് ഗെയിംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡൗൺലോഡ് ആക്കുന്നെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ആക്കാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ ഐഡിയ ഇടുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫോണിലാ മറ്റോ യൂസ് ആക്കുന്ന ഐഡിയ തന്നെ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി നോക്കണ്ടില്ല, 2 മെഗാ പിക്സൽ അല്ലേ, അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ നമ്മളെ ക്യാമറമാൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യാമറ ക്ലാരിറ്റി അത്ര ഹെവി ഒന്നല്ല കേട്ടോ. ക്യാമറ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞൊക്കെ കളിക്കാൻ പറ്റിയ ടാബാണ്. അപ്പോൾ ഇതിൽ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, നല്ല സാധനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ടാബിൻ്റെതോ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിൻ്റെതോ തന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ശരി എടുക്കാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നിങ്ങൾ ചങ്ങായിമാർക്കെല്ലാം എത്തിച്ചത് കേട്ടോ, ദുബൈയിലുള്ള ആൾക്കാർക്ക് എത്തിച്ചത്. എൻ്റെ മൊബൈൽ നമ്പറും പിന്നെ അതേപോലെ തന്നെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കാത്തവരൊന്നും പോയി കയറി ഫോളോ ആക്കി കേട്ടോ. എല്ലാം സപ്പോർട്ട് ആക്കി